നമ്മുടെ വീടിന് ചുറ്റും കുറച്ച് പറമ്പുണ്ടെങ്കിൽ അവിടെ ഒരു താമര കുളം പണിഞ്ഞാലോ എന്നും നമ്മിൽ പലർക്കും ഒരാഗ്രഹം ഉണ്ടാകാറുണ്ട്. അല്ലെങ്കിൽ മീൻ വളർത്തുവാൻ ഒരു കുളമുണ്ടാക്കിയാലോ എന്നും, അതുമല്ലെങ്കിൽ ഒരു സ്വിമ്മിംഗ് പൂൾ നിർമ്മിച്ചാലോ എന്നും ഒരു ആഗ്രഹം നമുക്കുണ്ടായി എന്ന് വരാം. എന്നാൽ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു സംരംഭത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ ഒരു സംശയം ഉണ്ടാകാറുണ്ട്. ഇങ്ങനെ ചെയ്താൽ വാസ്തുശാസ്ത്രപരമായി എന്തെങ്കിലും ദോഷമുണ്ടോ എന്ന്. അങ്ങനെയുള്ളവരുടെ സംശയ ദൂരീകരണത്തിന് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ജലസ്രോതസ് എന്ന് പറയുന്നത് ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഉറവിടങ്ങളാണ്. ഒരു ജലസംഭരണി നമ്മൾ നിർമ്മിക്കുമ്പോൾ ആദ്യം ആ വസ്തുവിനെക്കുറിച്ച് ഒരു ധാരണയുണ്ടായിരിക്കണം. പ്രത്യേകിച്ചും ആ വസ്തുവിൻ്റെ തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും കൃത്യമായും അറിഞ്ഞിരിക്കണം. ആ വസ്തുവിൻ്റെ കൃത്യം നീളവും വീതിയും അറിഞ്ഞിരിക്കണം. ഈ വസ്തുവിൻ്റെ കൃത്യം മധ്യഭാഗത്തു കൂടി നെടുകയും കുറുകയും ഓരോ വരകൾ വരച്ചാൽ വസ്തു കൃത്യം തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും എന്നിങ്ങനെ 4 ഭാഗങ്ങൾ ആകുന്നതാണ്. ഇതുകൂടാതെ തെക്ക് കിഴക്ക്, തെക്ക് പടിഞ്ഞാറ്, വടക്ക് കിഴക്ക്, വടക്ക് പടിഞ്ഞാറ് എന്നീ 4 മൂലകൾ കൂടി കിട്ടുന്നു. അങ്ങനെ മൊത്തം 8 ദിക്കുകളാണുള്ളത്. ഈ 8 ദിക്കുകളിൽ കിഴക്ക് ഭാഗത്തോ വടക്ക് ഭാഗത്തോ വടക്ക് കിഴക്ക് ഭാഗത്തോ നമുക്ക് കുളം നിർമ്മിക്കാവുന്നതാണ്. ബാക്കി വരുന്ന 5 ഭാഗങ്ങളിൽ കുളം നിർമ്മിക്കാൻ പാടില്ല എന്നാണ് സാമാന്യ നിയമം. ഇനി വടക്ക് കിഴക്ക്, വടക്ക് കിഴക്ക് ഈ ഭാഗങ്ങളിലല്ലാതെ വേറെ ഏതെങ്കിലും ഒരു ദിക്കിൽ ഒരു കുളം ഉണ്ടെങ്കിൽ ഒരു മതിൽ കൊണ്ട് നമ്മൾ ആ കുളത്തിനെ പുറത്താക്കേണ്ടതാണ്. വടക്ക് കിഴക്ക്, വടക്ക് കിഴക്ക് ഈ ഭാഗങ്ങളിൽ ഒരു കുളമുണ്ടായാൽ ഗുണങ്ങളും ഉണ്ടാകുന്നതാണ്. വടക്ക് ഭാഗത്ത് കുളം വരികയാണെങ്കിൽ സാമ്പത്തികമായി അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ്. കിഴക്ക് ഭാഗത്താണ് വരുന്നതെങ്കിൽ വീടിനും കുടുംബാംഗങ്ങൾക്കും പ്രത്യേകിച്ച് പഠിക്കുന്ന കുട്ടികൾക്ക് വളരെ നല്ലതാണ്. ഇനി വടക്ക് കിഴക്കാണ് ഒരു കുളം വരുന്നതെങ്കിൽ കുടുംബത്തിന് ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാകുന്നതാണ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വടക്ക് ഭാഗത്ത് കുളം നിർമ്മിക്കുമ്പോൾ യമസൂത്രം മുറിയാൻ പാടില്ല. അതുപോലെ കിഴക്ക് ഭാഗത്ത് കുളം നിർമ്മിക്കുമ്പോൾ ബ്രഹ്മസൂത്രം മുറിയാനും പാടില്ല. മാത്രമല്ല വടക്ക് കിഴക്ക് ഭാഗത്ത് കുളം നിർമ്മിക്കുമ്പോൾ ഈശാനരേഖ മുറിയാനും പാടില്ല. ഒരു പുരയിടത്തിൻ്റെ കൃത്യം തെക്ക് വടക്കായി വിഭജിക്കുന്ന രേഖയെ യമസൂത്രമെന്നും കൃത്യമായി കിഴക്ക് പടിഞ്ഞാറ് വിഭജിക്കുന്ന രേഖയെ ബ്രഹ്മസൂത്രമെന്നും പറയുന്നു. വടക്ക് കിഴക്ക് കോണിനെയാണ് ഈശാന കോണെന്ന് പറയുന്നത്.